സഹോദരന്മാരെ, ജഹന്നം ഒരു ചെറിയ സംഭവമല്ല. കുറെ ഹദീസുകൾ അതിനെപ്പറ്റി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നിറം വിവർണമായിട്ടാ വന്നത്. നിറം മാറിയിട്ടുണ്ട്. നല്ല സൗന്ദര്യത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. നല്ല ഭംഗിയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. അന്ന് നിറം മാറിയിട്ടാ വന്നത്. ചോദിച്ചു, എന്തേ ഇങ്ങനെ വന്നത്? ഒന്നുമല്ല നബിയെ, ഞാൻ തങ്ങളുടെ അടുത്ത് വരുമ്പോ അല്ലാഹു നരകത്തിൽ ഒന്ന് ഊതി കത്തിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഊതാൻ. നേരത്തെ ഊതി കത്തിച്ച തന്നെ വീണ്ടും ഒന്ന് ഊതാൻ പറഞ്ഞു. അപ്പൊ ആ ഊതാൻ പറഞ്ഞ പേടി കൊണ്ട് എന്റെ ശരീരത്തിന്റെ രൂപങ്ങളൊക്കെ മാറിപ്പോയത്, നിറം മാറിപ്പോയതാണ് പേടിന്റെ ഊക്കുകൊണ്ട്. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ സ്വിഫ്ലി ജഹന്നം, ആ ജഹന്നമിനെ പറ്റി ഒന്ന് എനിക്ക് വർണ്ണിച്ചു തരൂ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാഹു ജഹന്നമിനെ പടച്ചപ്പോൾ 3000 പ്രാവശ്യം അതിനെ കത്തിച്ചു. എന്നിട്ടതിന്റെ കറുത്ത കളർ പറഞ്ഞ ശേഷം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയ്യാ, അങ്ങേ നബിയാക്കി അയച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ജംറതൻ മിൻഹാ വഖഅത്, ആ നരകത്തിൽ നിന്ന് ഒരു തീക്കനൽ ഒന്ന് ഭൂമിയിൽ പതിച്ചാൽ ലഹ്തറഖത് അഹ്ലദ് ദുനിയാ, ദുനിയാവിലെ മൊത്തം ആളുകൾ അത് കരിച്ചു കളയും. നരകത്തിന്റെ ഒരു തീക്കനൽ ഒന്ന് മതി. ഒന്ന് ദുനിയാവിലേക്ക് വന്നു വീണാൽ എത്രയാണ് അതിന്റെ ശക്തി? നരകത്തിന്റെ ഒരു തീക്കട്ട വന്ന് ദുനിയാവിലേക്ക് വീണാൽ ലഹ്തറഖത് അഹ്ലദ് ദുനിയാ, ഭൂനിവാസികളെ മൊത്തം അത് കരിച്ചു കളയും. വലൗ അന്ന സൗബം മിൻ അസ്വാബിഹാ, നരകത്തിൽ വസ്ത്രം ഉണ്ടോ? ഉണ്ട്. സറാബീലുഹും മിൻ ഖത്റാൻ, ടാറിനാലുള്ള വസ്ത്രം ഉണ്ട്. റോഡിലൊക്കെ നമ്മൾ കണ്ടില്ലേ ടാറിടുന്നത്? അത്രയും ടാറിനാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന, കൂടുതൽ ശരീരത്തെ പഴുപ്പിക്കുന്ന, ചൂടുപിടിപ്പിക്കുന്ന കടികട്ടിയുള്ള വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ നിന്ന് ഒരു വസ്ത്രമെങ്ങാനും അല്ലഖ ബൈന സമാഇ വൽ അർളി, ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് കെട്ടിത്തൂക്കിയാൽ ലമാതു മിന്നത്തിനി റായിഹതിഹി, അതിന്റെ ദുർഗന്ധവാസന കൊണ്ട് ദുനിയാവിലുള്ള ആളുകൾ മൊത്തം മരിച്ചു പോകുന്നു. നരകത്തിന്റെ ഒരു ഗൗരവം നോക്ക് നിങ്ങൾ. നരകത്തിന്റെ ഒരു വസ്ത്രം, നരകക്കാര് ധരിക്കുന്ന, ആണ് ധരിക്കുന്ന, പെണ്ണ് ധരിക്കുന്ന ഒരു വസ്ത്രം ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് കെട്ടിത്തൂക്കിയാൽ അതിന്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മരിച്ചു പോകും. എത്ര കടുപ്പമാണ് നരകം! ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും പറഞ്ഞു,